എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും നമസ്കാരം. NDA 2024 പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റർ വൈസിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നൽകുന്ന ഒരു പരമ്പരയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ചാപ്റ്റർ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററാണ്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ ചോദ്യങ്ങളുടെ ഒന്നാം ഭാഗമാണ്. എല്ലാ ഭാഗങ്ങളും തുടർച്ചയായി കാണാൻ താല്പര്യപ്പെടുന്നു. അതോടൊപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഓരോ അപ്ഗ്രേഡ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല, സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത് ax² + bx + c = 0. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേർ a not equal to 0. a0 ആകാൻ പാടില്ലാത്ത ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിന് a എന്ന് പറയുന്നത് x² കൊഫിഷ്യന്റും b എന്ന് പറയുന്നത് x-ന്റെ കൊഫിഷ്യന്റും c എന്ന് പറയുന്നത് അതിൻ്റെ കോൺസ്റ്റന്റ് ടേമുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിനുള്ള പ്രത്യേകതകൾ എന്ന് വെച്ചാൽ, ഇതിനെ ആൽഫയും ബീറ്റയും, ആൽഫ ആൻഡ് ബീറ്റ, സപ്പോസ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ആൽഫയുടെയും ബീറ്റയുടെ റിലേഷൻ നമ്മൾ പഠിക്കണം. എന്താണ് ആൽഫ പ്ലസ് ബീറ്റ എന്നിട്ട് സം ഓഫ് ദ റൂട്ട് എന്ന് പറയുന്നത് -b/a എന്ന് വെച്ചാൽ കോഫിഷ്യന്റ് ഓഫ് എക്സ് മൈനസ് ഓഫ് കോഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഫിഷ്യന്റ് ഓഫ് എക്സ്. അതാണ് സം ഓഫ് ദ റൂട്ട്സ്. ഇനി എന്താണ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്? ആൽഫ ബീറ്റ എന്ന് പറയുന്നത് c/a ആണ്. അതാണ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ കോഫിഷ്യന്റ് ഓഫ് x². ഫോർ എക്സാമ്പിൾ 3x² - 5x + 2 = 0 എന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ, ലെറ്റ് ചെയ്തയാൾ ഇതിൻ്റെ ആൽഫയും ബീറ്റയും ആണെന്നുണ്ടെങ്കിൽ, എക്സിൻ്റെ റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റയാണെന്നുണ്ടെങ്കിൽ, ആൽഫയും ബീറ്റയും ആണെങ്കിൽ അവയുടെ സം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എക്സിൻ്റെ കോഫിഷ്യന്റ് എന്താണ് -5 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് ഈക്വൽ ടു -× +5/3 ആയിരിക്കും അതിൻ്റെ സം ഓഫ് ദ റൂട്ട്സ്. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ടേമായ 2 ഡിവൈഡഡ് ബൈ x² കോഫിഷ്യന്റ് ആയ 3 ആയിരിക്കും. ഇതാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോർമുല എന്താണ്? സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത് x = -b ± √b² - 4ac the whole divided by 2a. ഇതാണ് എക്സിൻ്റെ വില. എക്സിൻ്റെ അപ്പോൾ രണ്ട് വാല്യൂ കാണും. ഇപ്പോൾ ഒരു പ്ലസ് വാല്യൂ കാണും, ഒരു മൈനസ് വാല്യൂ കാണും. അപ്പൊ ഈ b² - 4ac എന്ന് പറയുന്നതിന് നമ്മൾ b² - 4ac എന്ന് പറയുന്നത് അതിനെ ഡിസ്ക്രിമിനന്റ് ആയിട്ട് വിളിക്കുക, അതിനെ d എന്ന് വിളിക്കുന്നു. അപ്പൊ ഡിയെ ബേസ് ചെയ്ത് d > 0 ആണെങ്കിൽ, ഡിയുടെ വാല്യൂ > 0 ആണെങ്കിൽ അതെന്താണ്? 2 റിയൽ റൂട്ട് ആയിരിക്കും. 2 റിയൽ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ആയിരിക്കും. എന്ത് റൂട്ട്? വ്യത്യസ്തമായ റൂട്ടായിരിക്കും. ഇനി d = 0 ആണെങ്കിൽ എന്തായിരിക്കും? ഈ 2 ഈക്വൽ റൂട്ട്സ് ഉണ്ടായിരിക്കും. കാരണം x² ആയതുകൊണ്ട് രണ്ട് വാല്യൂ എക്സിൽ കാണും. അപ്പൊ ഡിയുടെ വാല്യൂ 0 ആണെങ്കിൽ അതെന്തായിരിക്കും? 2 ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. ഇനി എന്താണ്? d < 0 ആണെങ്കിൽ റൂട്ടിനകത്ത് മൈനസ് വാല്യൂ വരും. അപ്പൊ എന്താണ്? കോംപ്ലക്സ് റൂട്ട് ആയിരിക്കും. എന്താണ്? കോംപ്ലക്സ് റൂട്ട്. നോ റിയൽ റൂട്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് റൂട്ട്. അപ്പൊ ഒരു റൂട്ട്, സപ്പോസ് ഒരു റൂട്ട് a പ്ലസ് √b ആണെങ്കിൽ അടുത്ത റൂട്ട് എന്തായിരിക്കും? a - √b ആയിരിക്കും. അതുപോലെ ഒരു റൂട്ട് a + ib ആണെങ്കിൽ, i√b ആണെങ്കിൽ അടുത്ത റൂട്ട് എന്തായിരിക്കും? a - i√b, i√b ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് പറഞ്ഞു പോകുന്നത്. നമുക്കിനി ഓരോരോ കണക്ക് നോക്കുമ്പോഴത്തെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് പ്രോബ്ലം കിടക്കാം. ഫസ്റ്റ് പ്രോബ്ലം, if one of the roots of the equation a × b - c x² + b × c - ax
പ്ലസ് സി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 0 ഈസ് 1 എന്ന് വെച്ചാൽ എന്താണ്, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു റൂട്ട് ഒന്നാണെങ്കിൽ വാട്ട് ഈസ് ദ സെക്കൻഡ്? നമുക്ക് ഉത്തരം ചെയ്യുന്നതിന് എന്ത് ചെയ്യണം? നമുക്ക് എന്താണ് അത് എ എന്നുള്ളത് നമുക്കറിയാം. എ എന്നുള്ളത് ബി മൈനസ് സി ആണ്, എക്സ് സ്ക്വയറിന്റെ കൊഫിഷ്യൻ്റ് ആണ്. ബി എന്നുള്ളത് ബി ഇൻറ്റു സി മൈനസ് എ ആണ്. സി എന്നുള്ളത് സി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പം ഒരു റൂട്ട് തന്നിട്ടുണ്ട്, നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് കണ്ടുപിടിക്കാൻ. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? സി ബൈ എ. സി ബൈ എ എന്ന് പറയുമ്പോൾ എന്താണ്? സി ഓഫ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. എന്താണ്? എ ഇൻറ്റു ബി മൈനസ് സി ആണ്. എ ഇൻറ്റു ബി മൈനസ് സി. അപ്പോൾ വൺ ഓഫ് ദ റൂട്ട് 1 എന്ന് പറയുമ്പോൾ ആൽഫ 1 ആയിട്ട് എടുത്താൽ നമുക്ക് ബീറ്റ എത്ര ആയിട്ട് കിട്ടും? ബീറ്റ എന്ന് പറയുന്നത് ആൻസർ സി ഇൻറ്റു എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി മൈനസ് സി. ഓപ്ഷൻ എന്താണ്? ബി. സി ഇൻറ്റു എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി മൈനസ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമ്മൾ തരുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ 2 into y plus 2 the whole square minus 5 into y plus 2 is equal to 12. അപ്പോൾ നമുക്കിതിനെ വേറൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതാം. അത് എങ്ങനെ എഴുതാം? നമുക്ക് y plus 2 എന്ന് പറയുന്നതിനെ നമുക്കൊരു p ആയിട്ട് സങ്കല്പിക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? 2p സ്ക്വയർ മൈനസ് 5p മൈനസ് 12 ഈസ് ഈക്വൽ ടു 0. 2p സ്ക്വയർ മൈനസ് 5p മൈനസ് 12 ഈസ് ഈക്വൽ ടു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കാം? റൂട്ട്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഉണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നുകിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നതിന് പകരം നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ മൈനസ് പ്രോഡക്റ്റ്, രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പി സ്ക്വയറിന്റെ കൊഫിഷ്യൻ്റായ 2 ഇൻറ്റു കോൺസ്റ്റന്റ് ടേം എത്രയാണ്? -12. അപ്പോൾ എത്ര കിട്ടണം? -24 കിട്ടണം. സം എത്ര കിട്ടണം? സം എന്ന് പറയുന്നത് പിയുടെ കൊഫിഷ്യൻ്റായ -5 കിട്ടണം. അപ്പം നമുക്കറിയാം 8 ഇൻറ്റു 3 24 മൈനസ് കിട്ടണമെങ്കിൽ ഒരെണ്ണം മൈനസ് വരണം. സം മൈനസ് വരണമെങ്കിൽ വലിയ സംഖ്യയ്ക്ക് മൈനസ് കൊടുക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടി? -5. അപ്പം -5pക്ക് പകരം ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ എഴുതാം? 2p സ്ക്വയർ മൈനസ് 8p പ്ലസ് 3p മൈനസ് 12 ഈസ് ഈക്വൽ ടു 0. ഈ ആദ്യത്തെ രണ്ട് ടേമിൽ നമ്മളൊരെണ്ണം കോമൺ 2p കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി എന്തോ കിട്ടും? p മൈനസ് 8 എന്നുള്ള ഫോർമുല അവിടെ കിട്ടും. സോറി, p മൈനസ് 4. 2 പുറത്തു പോയപ്പോൾ p മൈനസ് 4 കിട്ടി. പ്ലസ് ഇവിടെ നിന്ന് നമുക്ക് 3 എടുക്കാൽ ബാക്കി അകത്തുണ്ട് p മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. അപ്പൊ എന്താണ്? ഇവിടുന്ന് p മൈനസ് 4ഉം ഇവിടുന്ന് p മൈനസ് 4ഉം വീണ്ടും കോമൺ എടുത്താൽ p മൈനസ് 4 ഇൻറ്റു ബാക്കി അകത്തെന്തുണ്ട്? 2p മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. ഇവിടുന്ന് p ഈസ് ഈക്വൽ ടു 4 കിട്ടും. ഇവിടുന്ന് p ഈസ് ഈക്വൽ ടു 3/4, 3/2. p2 മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ പ്ലസ് ആണ്. ഇപ്പം 2p പ്ലസ് 3 ഈസ് ഈക്വൽ, അപ്പം ഇവിടെ -3/2. p എന്ന് പറയുന്നത് എന്താണ്? y പ്ലസ് 2 ആണ്. p എന്ന് പറയുന്നത് എന്താണ്? y പ്ലസ് 2 ആണ്. അപ്പോൾ y പ്ലസ് 2 ഈസ് ഈക്വൽ ടു പിയുടെ ഫസ്റ്റ് വാല്യൂ 4 ആയി ഇടുമ്പോഴത്തേക്ക് 4. അപ്പോൾ എത്ര കിട്ടും? y ഈസ് ഈക്വൽ ടു 2. ഒരു വാല്യൂ 2 കിട്ടി. രണ്ടാമത്തെ വാല്യൂ ഏതാണ്? y പ്ലസ് 2 ഈസ് ഈക്വൽ ടു -3/2. അപ്പം നമുക്ക് എന്ത് കിട്ടും? y ഈസ് ഈക്വൽ ടു -7/2. അപ്പോൾ ഏതൊക്കെ വാല്യൂ ആണ്? -7/2ഉം +2 എന്നുള്ള വാല്യൂ കിട്ടും. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. If alpha and beta are the roots of the equation x square plus x plus 1 is equal to 0, the equation whose roots are alpha raised to 19 and beta raised to 17. Alpha raised to 19 plus beta raised to 19.
അപ്പൊ എന്താണ് ആൽഫ ഇക്വേഷന്റെ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്കിവിടെ എഴുതാം. എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇതിനെ നമ്മൾ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിൽ സോൾവ് ചെയ്യുമ്പോൾ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി എല്ലാം 1 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു -1 പ്ലസ് root of -3 divided by 2, sorry -3 okay, divided by 2 comma -1 minus root of -3 divided by 2. അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കോംപ്ലക്സ് നമ്പർ. അപ്പം കോംപ്ലക്സ് റൂട്ട്സ് ആണ്. എന്തുകൊണ്ടാണ്? റൂട്ടിനകത്തും മൈനസ് ഉള്ളതുകൊണ്ട്. അപ്പം നമുക്ക് ഇതിനെ എഴുതാം -1 പ്ലസ് I root 3 divided by 2 comma -1 minus I root 3 divided by 2. അപ്പം നമുക്ക് ഇതിനെ ആൽഫ എന്നും ഇതിനെ ബീറ്റ എന്നും വിളിക്കാം. അപ്പൊ ഈ റൂട്ടിന്റെ ഒരു പ്രത്യേകത എന്താണ്? -1 പ്ലസ് I root 3 by 2 -1 minus I root 3 by 2. ഇതിന്റെ കോംപ്ലക്സ് നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യൂബ് യൂണിറ്റി എന്നാണ്. അപ്പൊ എന്താണ്? നമുക്ക് ആൽഫ എന്ന് വിളിക്കാം, ഒമേഗ എന്ന് വിളിക്കാം, ആൻഡ് ബീറ്റ എന്ന് വിളിക്കാം, ഒമേഗ സ്ക്വയർ എന്ന് വിളിക്കാം. നമുക്ക് റിസൾട്ട് അറിയാം. ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഒമേഗ ക്യൂബ് ഈസ് ഈക്വൽ ടു 1. ഈ രണ്ട് റിസൾട്ടാണ് യൂണിറ്റി ക്യൂബ് യൂണിറ്റിയിലുള്ളത്. അപ്പൊ അതിന്റെ ആൽഫ എന്ന് പറയുന്നത് -1 പ്ലസ് I root 3 by 2, ബീറ്റ എന്ന് പറയുന്നത് -1 മൈനസ് I root 3 by 2 ആണ്. അതിന്റെ വാല്യൂ അതാണ്. അപ്പൊ നമുക്കിനി എന്താണ് ആൽഫ 19 കണ്ടുപിടിക്കാം. ആൽഫ റേസ് ടു 19 ഈസ് ഈക്വൽ ടു ആൽഫയുടെ വാല്യൂ എന്താണ്? ഒമേഗ റേസ് ടു 19 ഈസ് ഈക്വൽ ടു എന്താണ്? ഒമേഗ 19 ഉണ്ട്. അപ്പൊ ഒമേഗ റേസ് ടു 6 റേസ് ടു 3 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ എത്ര? 6 3 18 ഇൻറ്റു ഒരു ഒമേഗയുടെ കുറവുണ്ട്. അപ്പൊ എന്താണ്? ഈ വാല്യൂ എന്താവും? 1 ആവും. എന്നാണ് ഒമേഗ ക്യൂബ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ എന്താണ്? ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഒമേഗ. ഇനി എന്താണ്? ബീറ്റ റേസ് ടു 7. ബീറ്റ റേസ് ടു 7 എന്ന് പറയുമ്പോൾ ഒമേഗ സ്ക്വയർ ആണല്ലോ. ബീറ്റ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ഒമേഗ സ്ക്വയർ all raised to 14 7. അപ്പോൾ ഒമേഗ റേസ് ടു 14 ആയി. ഒമേഗ റേസ് ടു 14 ആയി. അതിന് നമുക്ക് എന്താ എഴുതാം? ഒമേഗ റേസ് ടു 4 റേസ് ടു 3 ഇൻറ്റു 4 ഗുണം 3 12 റിമൈൻഡർ എത്ര ഉണ്ട്? ഒമേഗ സ്ക്വയർ ആയി. അപ്പൊ ഇത് 1 ആയി. അപ്പൊ ബാക്കി എന്തായി? ഒമേഗ സ്ക്വയർ ആയി. അപ്പൊ നമുക്ക് ഇതിന്റെ സം ഓഫ് ദ റൂട്ട്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ആൽഫ റേസ് ടു 19 പ്ലസ് ബീറ്റ റേസ് ടു 7 എന്ന് പറയുന്നത് ആൽഫ റേസ് ടു 9 എത്രയാണ്? ഒമേഗ പ്ലസ് ബീറ്റ റേസ് ടു 7 എന്ന് പറയുന്നത് എത്രയാണ്? ഒമേഗ സ്ക്വയർ. അപ്പൊ നമുക്കറിയാം ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. ഇനി എന്താണ്? ആൽഫ 19 ഇൻറ്റു ബീറ്റ 7 ഈസ് ഈക്വൽ ടു ആൽഫ 19 എന്ന് വെച്ചാൽ എന്താണ്? ഒമേഗ റേസ് ടു 19 ഇൻറ്റു ബീറ്റ എന്ന് പറയുന്ന ആൽഫ ഒമേഗ സ്ക്വയർ ആണ്. അപ്പൊ ബീറ്റ റേസ് ടു 7 എന്ന് പറയുമ്പോൾ ഒമേഗ റേസ് ടു 14 ആണ്. അപ്പൊ ഒമേഗ റേസ് ടു 19 ഇൻറ്റു ഒമേഗ റേസ് ടു 14 എന്ന് പറയുമ്പോൾ ഒമേഗ റേസ് ടു 33 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്കിവിടെ എന്താണ്? ഫോർമേഷൻ ഓഫ് ദ ക്വാഡ്രാറ്റിക്. എങ്ങനെയാണ് ഫോർമേഷൻ ചെയ്യുന്നത്? എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ സം ഓഫ് ദ റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഫോർമേഷൻ ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണ്? -1 ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഈസ് ഈക്വൽ ടു 0. അപ്പൊ എത്ര കിട്ടി? എക്സ് സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ദ ആൻസർ
Option number D, x square plus x plus 1 is equal to 0. Option number D is the correct answer for this the question. Next question. What is the value of root of 8 plus 2 root 8 plus 2 root etc. up to infinity? അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? എക്സ് എന്ന് വിളിക്കുന്നു. എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8 പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 8 പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 8 പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു root of 8 plus 2 root 8 plus 2 root 8 നമ്മൾ x എന്ന് വിളിക്കുന്നു. എക്സ് ഇത് അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂ ആണ് എക്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇക്വേഷനിൽ റൂട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 പ്ലസ് എക്സ്. ഇപ്പുറം കൊണ്ടുവന്നാൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് minus 8 is equal to 0. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് ഉപയോഗിക്കപ്പെടുത്തേക്ക് എന്തൊക്കെ ചെയ്യണം? ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ എന്താ വേണ്ടുന്നത്? 2 ഇൻറ്റു റൂട്ട് 8 പ്ലസ് 2 ഇൻറ്റു റൂട്ട് 8 എഴുതണം. അപ്പോൾ നമുക്കവിടെ ഒരു 2ന്റെ കുറവുണ്ട്. ഇവിടെ ഒരു 2 എഴുതും, ഇവിടെ ഒരു 2 എഴുതും, ഇവിടെ ഒരു 2 എഴുതും. ആ 2 ഞാൻ ശ്രദ്ധിച്ചത്. 2 ഇൻറ്റു റൂട്ട് 8 പ്ലസ് 2. അപ്പോൾ 2x എന്നുണ്ട്. നമ്മൾ എക്സിനെ വിളിച്ച റൂട്ട് 8 പ്ലസ് സംതിങ്ങിനെയാണ്. ഇവിടെ എന്താണ്? 2 ഇൻറ്റു റൂട്ട് 8 പ്ലസ് സംതിങ്. 2 കോമാൻഡ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എന്ത് കിട്ടും? 8 പ്ലസ് 2x കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 8 ഈസ് ഈക്വൽ ടു 0. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? -8. സം എന്ന് പറയുന്നത് എന്താണ്? -2. അപ്പോൾ എന്താണ്? 4 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 8 ആണ്. അപ്പം പ്രോഡക്റ്റ് മൈനസ് വരണമെന്നുണ്ടെങ്കിൽ ഒരു 4ലോ 2ലോ മൈനസ് വരണം. പക്ഷെ സമ്മിലും മൈനസ് വരണമെന്നുണ്ടെങ്കിൽ വലിയ സംഖ്യയ്ക്ക് മൈനസ് വരും. നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 4x പറയുന്നത് പ്ലസ് 2x മൈനസ് 8 ഈസ് ഈക്വൽ ടു 0 വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിന് എക്സ് കോമൺ എടുക്കുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 4 രണ്ടാം പ്ലസ് ആദ്യത്തെ കണക്ക് 2 ഇൻറ്റു എക്സ് മൈനസ് 4. അപ്പൊ എന്താണ്? എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 4 എക്സ് പ്ലസ് 2 is equal to 0. x is equal to -2 not possible. അപ്പൊ എന്താണ്? x is equal to 4 എന്നാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ D is equal. This is the correct answer for this question. Next question നമുക്ക് കടക്കാം. എന്താണ്? If m and n are the roots of the equation x square minus qx into 1 plus x minus r is equal to 0. അതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ക്യൂ ഇൻറ്റു 1 പ്ലസ് എക്സ് മൈനസ് ആർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയും. m and n are the roots of the equation. അപ്പൊ എന്താണ്? നമുക്ക് ആദ്യം നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് ബ്രാക്കറ്റിനകത്ത് ഒരു കോൺസ്റ്റന്റ് ടൈം കിടപ്പുണ്ട്. അപ്പൊ എക്സ് സ്ക്വയർ പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് മൈനസ് ബി ആണ്. അതുകൊണ്ട് ക്യൂ ഇൻറ്റു 1 ഇതെന്താണ്? നമ്മൾ മൈനസ് ക്യൂ എക്സ് നമുക്ക് പഠിച്ച റിസൾട്ട് ആണ്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? മൈനസ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ആൽഫ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ക്യൂ എക്സ് പ്ലസ് മൈനസ് ഓഫ് ആർ മൈനസ് ക്യൂ അല്ലെങ്കിൽ ക്യൂ മൈനസ് ആർ ഈസ് ഈക്വൽ പ്ലസ് ആർ പ്ലസ് ഈസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ റൂട്ട് എ. അപ്പം നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഞാൻ തിരുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഫൈൻഡ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് 1 പ്ലസ് ആൽഫ ഇൻറ്റു 1 പ്ലസ് ബീറ്റ. അപ്പൊ നമുക്ക് അതിനെ 1 പ്ലസ് ആൽഫ 1 പ്ലസ് ബീറ്റ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ബീറ്റ 1 plus alpha into 1 plus beta. 1 plus beta is equal to alpha into 1 into 1 plus root plus 1 into beta. Beta plus alpha. എന്താണ് ആൽഫ പ്ലസ് ബീറ്റ? മൈനസ് പ്ലസ് ആൽഫ ബീറ്റ. അപ്പൊ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ആൽഫ പ്ലസ് ബീറ്റ സം ഓഫ് ദ റൂട്ട്സ് കണ്ടുപിടിക്കണം. ആൽഫ ബീറ്റ ആൽഫ ബീറ്റ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ആൽഫ പ്ലസ് ബീറ്റ ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? മൈനസ് root of minus q by 1
എന്താണ് ആൽഫ ബീറ്റ എന്താണ് മൈനസ് ക്യൂ പ്ലസ് മുകളിലുള്ള ഇതാണ് ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 മൈനസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പ്ലസ് ക്യൂ പ്ലസ് മൈനസ് ക്യൂ പ്ലസ് ബി ബൈ മൈനസ് 0 ആണ്. ആൽഫ ബീറ്റ മൈനസ് ആകത്തോടത്ത് മൈനസ് ക്യൂ ആയി മൈനസ്. അപ്പം ഇതാണ് ക്യൂവും ക്യൂവും വെട്ടിപ്പോയി. ബാക്കി എന്തുകൊണ്ട് 1 മൈനസ് ആർ ഈസ് ദ റൈറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2 raised to 1/3. Next question, let's go 1/3. Then what is the value of x? If the equation x square plus kx plus 64 is equal to 0 and x square plus 8x plus k is equal to 0 have real roots, then what is the value of k? X minus what is the value of k? 2 raised to 1. അപ്പോൾ എന്താണ് x square plus kx raised to 2/3. ഈ രണ്ടിൽ നമുക്കൊരു പ്ലസ് 64 ബാക്കി എന്തൊക്കെ 2 raised to ഹാവ് റിയൽ റൂട്ട്സ് എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയണം. ഇവിടെ ബി എത്രയാണ്? കെ ആണ്. കെ സ്ക്വയർ മൈനസ് 4 a 1 ആണ്. സി എത്രയാണ്? 64 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയണം. അപ്പൊ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 64 എഴുതില്ല. അപ്പൊ നമുക്ക് ഇവിടെ മൈനസ് 2 എന്നുള്ള വാല്യൂ ആണ്. അപ്പൊ ഇവിടെ ഒരു ഇനി എന്താണ്? 1 പ്ലസ് 2 × 8 = 60. 2 raised to 1/3 എന്ന വാല്യൂ കിട്ടി. നമ്മൾ കിടക്കുന്നുണ്ട്. എന്താണ് ആൻസർ? ക്യൂബ് മൈനസ് ബി ക്യൂബ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്താണ്? അടുത്ത ഇനിയുള്ള ക്വസ്റ്റ്യൻസിന്റെ ചാപ്റ്ററുകൾ നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൂടുതൽ ലംബിയാക്കുന്നില്ല. അടുത്ത വീഡിയോ അടുത്ത ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. എല്ലാവർക്കും ഏവർക്കും ലാൻഡ്മാർക്സിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ 2024 സെക്ഷനിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ 3ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ അവതരിപ്പിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളും വീഡിയോ മുഴുവനായി കാണാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തേർഡ് പാർട്ട്. If the product of the roots of the equation x square minus 5x plus k plus equal to 50, 2 raised to 1/3 minus the value of k. Question പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x square minus 5x square plus k is equal to 2 × 3x. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് 15 കോൺസ്റ്റന്റും കെയും സ്ക്വയർ എത്രയാണ്? 4 × 3 മൈനസ് 5x പ്ലസ് 8 ഈസ് ഈക്വൽ 15 ഇപ്പുറത്ത് കൊണ്ടുവന്ന മൈനസ് 0 ആയി. അപ്പൊ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പ്രോഡക്റ്റ് 2 + 1 3 ദാറ്റ് മീൻസ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്താണ്? അത് കോൺസ്റ്റന്റ് സി ഡിവൈഡഡ് ബൈ എ ആണ്. സി എന്ന് പറയുന്നതാണ് കെ മൈനസ് ക്യൂബ് മൈനസ് ഡിവൈഡഡ് ബൈ എ കോഫിഷ്യന്റ് 1 ആണ്. അതുകൊണ്ട് അവിടെ പ്ലസ് 12. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 8. അപ്പൊ കെ എന്ന് പറയുന്നത് 2 × -3 + 15 പ്ലസ് 2 × 3 കെ ഈസ് ഈക്വൽ 6 × 2 raised to 1/3 നമ്മുടെ ഓപ്ഷൻ നമ്പർ 2 × 3 6. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടന്നാൽ 2 raised to 2. If alpha beta are the roots of the equation 4x square plus 3x plus 7 is equal to 0, what is the value of alpha raised to -2 plus beta raised to -2 is equal to 4x square 8 ഇപ്പുറം കൊണ്ടുവരുമ്പോൾ 8ഉം 6ഉം കൂട്ടുമ്പോൾ 14 plus 3x plus ഇതിന് 6 പുറത്തെടുക്കും plus 7 is equal to 0. നമുക്ക് ആദ്യം കണ്ടുപിടിക്കുക എന്താണ് ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? alpha plus beta is equal to -3 2 raised to 1/3 plus 2 raised to alpha beta എന്താണ്? -2 നമുക്ക് തന്നിട്ടുണ്ട് 7. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 7/3 കിട്ടും. ഇനി നമുക്ക് എന്താണ് 1 alpha raised to -2 plus beta raised to -2 ക്യൂബ് 1/alpha -6x square 1/beta plus 12x. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത്? ആൽഫ 14 സ്ക്വയർ പ്ലസ്
6 divided by into x minus alpha square എന്തുണ്ടെന്ന് മനസ്സിലായല്ലോ. ഈ 2 raised to 1 by 3 plus 2 raised to 2 by 3 ക്ക് പകരം x minus 2 സ്ക്വയർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ x cube minus 6x square സ്ക്വയർ plus മൈനസ് 12x ആൽഫ ബീറ്റ ഡിവൈഡഡ് ബൈ 14 ആൽഫ സ്ക്വയർ 6 ഗുണം x ആൽഫ ബീറ്റ 6 ഗുണം മൈനസ് 2 മൈനസ് ഇനി ഇക്വേഷന്റെ വാല്യൂസ് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ് മൈനസ് 3/4 ഹോൾ സ്ക്വയർ മൈനസ് x cube 3/4 minus 6x സ്ക്വയർ ആ 12x മൈനസ് 2 into പ്ലസ് ആൽഫ ബീറ്റ എത്രയാണ് 7/4 14 12 2 ഇതാണ് divided by alpha beta 7/4 x cube minus 6x square plus 6x is equal to the whole square 2 എന്ന വാല്യൂ അപ്പോൾ നമുക്ക് എത്ര കിട്ടും 3 square 9 ബി ആണ് ബി ഓപ്ഷൻ 9/16 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ minus 7 2s are 14/4 2 raised to x divided by plus 3 raised to y 49 divided by 16. ഇതിനെ കുറയ്ക്കാൻ വേണ്ടി ഇവിടെ 16 ആക്കിയാൽ മതി. 2 raised to x അപ്പോൾ 9/16 2 raised to 16 ആക്കാൻ എന്ത് ചെയ്യണം 4 കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിൽ 4 കൊണ്ട് ഗുണിക്കണം. 2 raised to 14 x 4 56 minus 16 3 raised to y plus 1 divided by 3 divided by 3 raised to y. അപ്പൊ എത്രയാണ് 9 മൈനസ് നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യാം. 9 കുറയ്ക്കുമ്പോൾ മൈനസ് എങ്ങനെ സോൾവ് ചെയ്യാം? മൈനസ് ഈ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ 16 ഡിവൈഡഡ് ബൈ 49/16. അപ്പം 16 ക്യാൻസൽ ചെയ്ത് ബാക്കി ഫൈനൽ ആൻസർ എത്രയാണ് മൈനസ് 4. ഇവിടെ 3 raised to y യുടെ കോഫിഷ്യന്റ് 3 ആയിരുന്നു. ഓപ്ഷൻ മൈനസ് 47/49. ഓപ്ഷൻ സി ഇസ് ദ 3 into 2 raised to x കടന്നു വരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. 3 into 3 raised to y is equal to 8. If the r and s are the root of the equation x square plus b, അപ്പോൾ എന്ത് സംഭവിച്ചു? find the value 1/r square plus 1/s എന്ന് പറയുന്നത് 2 raised to x ആണ്. x square സമം plus 51 plus x plus q is equal 2 raised to x എന്ന് അപ്പോൾ പറയുമ്പോൾ എന്താണ് 56 divided by 7 8. അപ്പോൾ 2 raised to x എന്ന് പറയുന്നത് 8 നമുക്ക് എഴുതാം 2 raised to 3 എന്ന് എഴുതാം. r into അപ്പൊ x is equal to നമ്മുടെ ആൻസർ കിട്ടി. നമുക്ക് വേണ്ടുന്നത് 1/r square plus Next 1/s square. അതിനെ നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? If the roots of the equation square x square minus bx plus c is equal to 0, r square r2 consecutive integer, then what is the value r of square b plus s square square minus 4ac? 2 consecutive integer എന്ന് പറയുമ്പോൾ roots are r plus s the whole roots are square minus 2 into rs alpha comma divided by alpha plus r consecutive s integer എന്ന് പറഞ്ഞുകൊണ്ട് alpha plus r plus എത്രയാണ്? r Sum of plus them. minus p alpha minus plus p the whole alpha square plus 1 is equal to sum of the minus root of the 2 minus b by that rs is equal to q ആണ് divided that is by equal to 2 alpha plus final 1 answer is equal to minus p square with this is p equation square number 1. minus എന്താണ് 2q product of the roots divided by alpha into this is alpha the plus right 1 answer. But p is square equal to minus c q by a cube divided by minus q square. d D is the a എന്ന് പറഞ്ഞാൽ correct 1 answer. ആണ്. Next അപ്പോൾ എന്താണ് alpha square alpha plus beta are the alpha roots of is the equal to equation. c. നമുക്ക് Roots of x square plus 4x plus നമുക്ക് 6 is കണ്ടുപിടിക്കേണ്ടതാണ് equal b to 0. square Then the what is the 4c value of b alpha square cube minus plus beta cube? 4c b square Alpha എത്രയാണ്? cube plus beta cube. Alpha cube, 2x beta plus cube ന്റെ 2 values alpha നമുക്ക് plus 1 കണ്ടുപിടിക്കണം. the whole square അപ്പോൾ എന്താണ് ഇക്വേഷൻ? ആദ്യം നമുക്ക് minus alpha 4 cube into alpha square plus plus beta cube എന്നാണ് എഴുതാം. അപ്പോൾ 2 alpha square നമുക്ക് ആകുമ്പോൾ 4 alpha പഠിച്ചിരിക്കണം square എന്താണ്? plus alpha 2ab plus 4 beta alpha plus 1 the whole minus cube 4 alpha square minus 3 alpha plus beta 4 alpha. അപ്പോൾ സോറി മൈനസ് into alpha plus beta. അപ്പോൾ മൈനസ് 4 ആൽഫയും പ്ലസ് 4 ഇതാണ്. ആൽഫയും മൈനസ് 4 ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ബാക്കി ക്യൂബ് നമുക്ക് ഇക്വേഷൻ. one. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? Option ആൽഫ number A. പ്ലസ് ബീറ്റ ഈ വീഡിയോ ഇവിടെ അവസാനിക്കും. നിങ്ങൾ ആൽഫ പ്ലസ് നിർദ്ദേശങ്ങളും ബീറ്റ മൈനസ് അഭിപ്രായങ്ങളും ബി ബൈ ദാറ്റ് ഈസ് അറിഞ്ഞ് മൈനസ് വീണ്ടും തുടർന്ന് വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. ആൽഫ ബീറ്റ എന്താണ്? നന്ദി, നമസ്കാരം. 6. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും മൈനസ് 4 ദ ഹോൾ റേസ് ടു 3 മൈനസ് 3 ഇൻറ്റു ആൽഫ ബീറ്റ ഇൻറ്റു 6 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 4 മൈനസ് 4 റേസ് ടു 3 ഇൻറ്റു മൈനസ് 64 മൈനസും മൈനസ് എത്ര ആവും? പ്ലസ് ആവും. 24 ഇൻറ്റു 3 ആവുന്നത് 12 72 ഈസ് ഈക്വൽ ടു 8. ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു 8 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഇക്വേഷൻ x square
പ്ലസ് 2x മൈനസ് 143 ഈസ് ഈക്വൽ ടു 0. സം ഓഫ് ദ സ്ക്വയർ എക്സ് സ്ക്വയർ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വാല്യൂ നമുക്ക് എത്ര ചെയ്യാം? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 2 ആണ്, 2 സ്ക്വയർ ആണ്. മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ വെച്ചാൽ മൈനസ് 143 ആണ്, മൈനസ് 143. ആൽഫ സ്ക്വയർ എന്ന് വെച്ചാൽ 4, മൈനസും മൈനസും പ്ലസ് ആവും. 6, 8, 286, 4, 290 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ നമ്പർ ഡി. ഇതുപോലെ ഇതോടുകൂടി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററോട് അവസാനിക്കുന്നു. അടുത്ത ബൈനോമിയൽ തിയറം ആയിരിക്കും അടുത്ത വീഡിയോസ് ഉണ്ടാവുക. എല്ലാവരും സ്റ്റേ ട്യൂൺ വിത്ത് ദി ലാൽമാക്സ് ചാനൽ. എല്ലാവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.